എത്രനാലും എത്ര താണാലും അവർക്കറിയാം ഞാൻ കടലിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ നമ്മൾ പല സാഹചര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ തകർന്ന് തരിപ്പണമായി അല്ലെങ്കിൽ മുൻപോട്ട് ഇനി ഒരു വഴിയില്ല എന്ന് കരുതി ഭാരപ്പെടുന്നതാണോ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദൂത് അല്ലെങ്കിൽ ഇന്ന് ദൈവവചനപ്രകാരം കർത്താവിന് നമ്മളോട് സംസാരിക്കാനുള്ളത് ദൈവവചനപ്രകാരം അവിടെ എഴുതിയിരിക്കുന്ന കൊലോസ്യൻസ് 1:26-27 പറയുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ മർമ്മം ഞങ്ങൾ അറിയിക്കേണ്ടതിന് ഞങ്ങൾ ബന്ധപ്പെടുന്നുവെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ മർമ്മം നമ്മൾ അറിയണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്? ഇന്ന് വേഗത്തിൽ അതിലേക്ക് ഒരു ഭാഗം വായിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. തിരമാലകൾ ഈ നമുക്ക് സാധാരണ ദൈവത്തിന്റെ വചനത്തിൽ ഉടനീളം കാണുന്നതാണ്. നിങ്ങൾ എന്ത് കാണുന്നു അതിനനുസരിച്ച് ദൈവത്തിന് നമ്മളോട് ചിലത് സംസാരിക്കാനുണ്ട്. കർത്താവ് ചോദിക്കുന്നുണ്ട്, നീ എന്താ കാണുന്നേ? ഞാൻ തീ കാണുന്നു, തീ ഒരു കലം കാണുന്നു, അത്തിപ്പഴം കാണുന്നു. അതിലൊക്കെ നമ്മുടെ മുമ്പിൽ ചിലത് സ്വർഗത്തിലെ ദൈവത്തിന് നമ്മളോട് എന്തൊക്കെയോ അതിൽ നിന്നും ആലോചന പറയാനുണ്ട്. അപ്പോൾ നമ്മൾ കടലിൽ പോയി കടൽ കണ്ടിട്ടുള്ളവരാണ് മിക്കവാറും എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളവരാണ്. അപ്പോൾ തിരമാല ഉയരുന്നത് കണ്ടിട്ടുണ്ട്, തിരമാല താഴുന്നത് കണ്ടിട്ടുണ്ട്, വേലിയേറ്റവും വേലിയിറക്കവും കണ്ടിട്ടുണ്ട്. പക്ഷെ വേലിയേറ്റമാണെങ്കിലും വേലിയിറക്കമാണെങ്കിലും അത് കടലിന്റെ തന്നെ ഭാഗങ്ങളാണ്. നമ്മൾ ഉദാഹരണത്തിന് ഇന്ന് രാവിലെ ഞാനൊരു സാധനം ഇങ്ങനെ എടുക്കാൻ വേണ്ടി ചാടി എടുക്കാൻ ഞാൻ ഇങ്ങനെ ചാടി എടുത്തപ്പോഴാണ് ഒരു കാര്യം എനിക്ക് പിടികിട്ടിയത്. ചാടി എടുത്തത് ഞാൻ നേരെ അങ്ങ് ചാടുകയല്ലായിരുന്നു, ഞാനൊന്ന് താണു കൊടുത്ത് അമർന്ന് ബലമെടുത്ത ഞാൻ മുകളിലേക്ക് ചാടിയത്. അതുകൊണ്ടാണ് എനിക്ക് എന്നേക്കാൾ ഉയരത്തിൽ നിന്നുകൊണ്ട് ആ സാഹചര്യം നേടിയെടുക്കാൻ പറ്റിയത്. ആദ്യം ഞാൻ താഴോട്ടിറങ്ങി ബലമെടുത്ത് മുൻപോട്ട് ചാടി. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, വിവിധ വിഷയങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, തടസ്സങ്ങളൊക്കെ വരുമ്പം ഓർത്തോണം, മുന്നോട്ട് ചാടാനുള്ള ബലം എടുക്കാൻ ഉള്ള ഒരവസരമാണ്, മുന്നോട്ട് ചാടാനുള്ള ഒരു അവസരം. അപ്പോൾ ആരെങ്കിലും ഇന്ന് ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് ജോലി കിട്ടിയില്ല, ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല, പേടിക്കേണ്ട. ഇന്ന് മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിന്റെ ഉള്ളിൽ ഉണ്ടെന്നൊന്ന് തിരിച്ചറിഞ്ഞേ എന്ന് ദൈവവചനം പറയുന്നു. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്നതാണ് ആ കുതിച്ച് ചാട്ടത്തിന് മുൻപേ നടക്കേണ്ടുന്ന സംഭവം. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് തന്റെ ശുശ്രൂഷ ആരംഭിച്ചതുപോലും പിതാവിന്റെ ശബ്ദം കേട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഏതൊരു വ്യക്തിയും വിജയിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഇവിടെ ഞാൻ ഈ രാവിലെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പം മരങ്ങള്, ചെടികള്, പുഷ്പങ്ങൾ ഒക്കെ ഉണ്ട്. ഒരു പൂവും വേറൊരു പൂവിനോട് മത്സരിക്കുന്നില്ല, ഒരു പൂവും വേറൊരു പൂവിനോട് മത്സരിക്കുന്നില്ല. ഞാൻ ആ തുമ്പയുണ്ട്, തുമ്പ പൂത്ത് നിൽക്കുന്നു, മറ്റു പല ചെടികളുണ്ട്, മനോഹരമായ പൂക്കളുണ്ട്. എനിക്ക് ഇതിപ്പോ ലൈവിന്റെ പരിമിതി ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഈ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കൊണ്ട് എനിക്ക് നടന്ന് ഇത് കാണിക്കാൻ പറ്റുന്നില്ല, അല്ലെ ഞാൻ കാണിച്ചേരെ. ചെറുതും വലുതുമാകുന്ന പൂക്കളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അവര് തന്നെ കമ്പയർ ചെയ്യുന്നൊന്നുമില്ല. അവര് സ്വാഭാവികമായി തങ്ങൾ ആരാണോ അത് അങ്ങ് വെളിപ്പെടുത്തുക ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് റംബുത്താന്റെ മുമ്പിലാണ്. റംബുത്താൻ ഇപ്പൊ പൂ ഇടാൻ പോവാ, ഇനി അടുത്തത് പൂവിടുന്ന സീസണാണ്. എന്റെ മുമ്പിൽ നിൽക്കുന്ന ഇത് പ്രൂണിംഗ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുക. അപ്പൊ അടുത്തത് പൂവിട്ടാലേ കായ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിനു മുമ്പേ ഈ റംബുത്താനിലുള്ള പൂക്കൾ വരുമ്പം ഈ പൂവ് ഇവിടെ പുളി ഉണ്ട്, അല്ലെങ്കിൽ നാരകമുണ്ട്, അല്ലെങ്കിൽ അനവധി എനിക്ക് പൂക്കളുള്ളതൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓക്കെ. അപ്പം ഒരു പൂവും വേറൊരു പൂവിനോട് മത്സരിക്കുന്നില്ല. അത് താൻ എന്തിൽ നിന്നാണോ നിൽക്കുന്നത് അതിൽ തന്നെ അത് അങ്ങ് വിടരുക ചെയ്യുന്നത്. ഇന്നെ കേൾക്കുന്നതിനോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ജീവിത വിജയം നേടണമെങ്കിൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വേറൊരാളെ നോക്കി കമ്പയർ ചെയ്യും. അവർക്കത് കിട്ടി, ഇവർക്കിത് കിട്ടി, ഞാൻ ഇന്നത് ചെയ്തു, ഇന്നത് പ്രവർത്തിച്ചു, എനിക്ക് കിട്ടിയില്ല. ശുശ്രൂഷ പോലും ആ സഭയെ കണ്ടില്ലേ, അവിടെ ഇത്രയും ആൾക്കാർ വരുന്നുണ്ട്, ഇവിടെ ഞാൻ അതിലും നല്ലോണം പ്രാർത്ഥിച്ചു, വചനം പറഞ്ഞു, ഇവിടെ ഇത്രയും പേരേ ഉള്ളൂ, അല്ലെങ്കിൽ അവിടെ അത് ചെയ്യുന്നു, ഇവിടെ ഇത് ചെയ്യുന്നു. കമ്പയർ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ എന്താണോ, എന്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നോ അത് മാത്രമേ. ഒരു തിരമാല
അത് എത്ര ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, തിരമാല എത്ര ഉയരത്തിൽ പോയാലും താഴോട്ട് വന്നാലും അത് കടലിന്റെ ഭാഗങ്ങൾ തന്നെ. ഒരു നദി ഉത്ഭവിക്കുന്നത് എവിടെയോ ആരംഭിക്കുന്ന ഒരു തുള്ളിയിൽ നിന്ന്. ആ ഒരു തുള്ളിയിൽ നിന്ന് അത് കൂട്ടത്തിൽ കൂടുതൽ തുള്ളികൾ വന്ന് അത് വലിയ നദിയായിട്ട് മാറും. അതുപോലെ തന്നെ ഇവിടെ തേക്കൊക്കെ നിൽപ്പുണ്ട്. ഇവിടെയുള്ള പല മരങ്ങളും ഒരു സമയമാകുമ്പോൾ ഇല പൊഴിക്കുന്നതേ ഉള്ളൂ, കാതലിന് മാറ്റമൊന്നും വരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ അതൊന്ന് കാണിക്കാം. എന്റെ മുമ്പിൽ ഒരു തേക്ക് നിൽപ്പുണ്ട്, അതൊന്ന് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ലേ. തേക്ക് ഇത് ഞാൻ നോക്കട്ടെ. ഒരു തേക്ക് നിൽക്കുന്നുണ്ട്. ഈ തേക്ക് ഞങ്ങൾ പണ്ട് ഇവിടെ ബാഡ്മിന്റൺ കളിക്കുമ്പം പലതവണ ഇത് വെട്ടിയിട്ടുള്ളത് എന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുള്ളത്. എന്റെ കൈ കൊണ്ട് തന്നെ ഇതെനിക്ക് തടസ്സമാണെന്ന് കണ്ടപ്പോൾ വെട്ടിക്കളഞ്ഞത്. പക്ഷെ ഇന്ന് 70 ഇഞ്ചോ മറ്റോ വലുപ്പത്തിൽ നിൽക്കുക. ഞാൻ അത് പലതവണ വെട്ടിക്കളഞ്ഞതാണ്. പക്ഷെ അതിന്റെ തത്വം എന്ന് പറഞ്ഞാൽ അതിന്റെ കാതൽ. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് ഇല പൊഴിക്കും. എല്ലാ മരങ്ങളും ഇല പൊഴിക്കുന്ന കൂട്ടത്തിൽ അതും ഇല പൊഴിക്കും. പക്ഷെ കാതലിന് മാറ്റമൊന്നും വരുന്നില്ല. എത്ര ഇല പൊഴിച്ചാലും കാതലിന് മാറ്റമൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ പൂക്കളോട് കമ്പയർ ചെയ്യുന്നില്ല. അതുപോലെ ഒത്തിരി ഉദാഹരണങ്ങൾ. അതുപോലെ ഈ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ആരാണെന്നുള്ള അറിവില്ലെങ്കിൽ നമുക്ക് പരാജയങ്ങൾ സംഭവിക്കും. ഞാനിപ്പോ ഉദാഹരണത്തിന് ഒരു ചെടിയാ. ഇത് ഞാൻ പറിച്ചെടുത്തു. ഈസി ആയിട്ട് ഞാൻ പറിച്ചെടുത്തു. കാര്യം എന്താ? ഇതിന്റെ വേര് ഇത്രേ ഉള്ളായിരുന്നു. വേര് ഇത്രേ ഉള്ളതുകൊണ്ട് എനിക്കത് ഈസി ആയിട്ട് പറിച്ചെടുക്കാൻ പറ്റി. എന്നാൽ ഞാൻ ആ തേക്കിനോട് ചെന്നൊന്ന് പിടിക്കട്ടെ, ഈ ശക്തി വെച്ചിട്ടുണ്ട്, നടക്കത്തില്ല. കാര്യം എന്താ? വേര് ആഴത്തി പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവിലാണ് ജീവിത വിജയം ഇരിക്കുന്നത്. നമ്മൾ ആരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് ഇവിടെ ഒത്തിരി എന്താ അതിന്റെ പേര്, ബട്ടർഫ്ലൈസ്, ചിത്രശലഭങ്ങൾ പറന്ന് നടപ്പുണ്ട്. ഈ ചിത്രശലഭങ്ങളുടെ പിന്നെ എന്താ അതിന്റെ ചിറകുകൾക്ക് ഭംഗി കിട്ടുന്നതിന് മുമ്പേ ഒരു ഭംഗിയുമില്ലാത്ത ഒരു കൊക്കൂണിനകത്ത് ഒരു ഭംഗിയില്ലാതെ അത് പുഴുവായിട്ടിരുന്ന ഒരു സമയമുണ്ട്. പക്ഷെ താൻ എന്താണോ അതാണ് ചിത്രശലഭമായിട്ട് വെളിപ്പെട്ടത്. ഒരു ഉദാഹരണത്തിന് പ്രകൃതിയിലൊന്ന് നോക്കിക്കേ. സൂര്യൻ പോലും ആരെയും, ഇപ്പൊ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അതിനറിയാം ഞാൻ ഷൈൻ ചെയ്യാനുള്ളതാണ്. പക്ഷെങ്കിൽ അതിനറിയാം ഞാൻ റിഫ്ലക്ട് ചെയ്യുന്നതാണ് എന്റെ പ്രകാശം. അതുകൊണ്ട് എനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റും. ഇന്നെ കേൾക്കുന്നവരോട്ടെ, ഇവിടെ ഉള്ള പല ചെടികളുണ്ട്, ഒരു ആയിരക്കണക്കിന് ചെടികളുണ്ട്. പക്ഷെ ഒരു ചെടിയും വേറൊരു ചെടിയുടെ വെളിച്ചത്തിലോട്ടല്ല നിൽക്കുന്നത്, അത് അതിന്റെ വെളിച്ചത്തിലോട്ടാണ് നിൽക്കുന്നത്. തല ചായ്ക്കുന്നത് അതിന്റെ വെളിച്ചത്തിലേക്ക്, സൂര്യപ്രഭാതത്തിലേക്ക്. അപ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്ന മുഴുവൻ പേരോടും പറയട്ടെ, നിങ്ങൾ ജീവിതത്തിൽ എത്ര പരാജയപ്പെട്ടിരുന്നാലും, എത്ര സാഹചര്യങ്ങൾ മോശമാണെന്ന് പറഞ്ഞാലും, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ ആരാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് എന്തിനാണോ, ദൈവം നോക്കി എന്റെ പുറകിൽ എന്ത് വലിയ വൻ മരങ്ങളൊക്കെ കാണാൻ പറ്റും. അവയൊന്നും തൊടാൻ പറ്റത്തില്ല. വേര് കൊമ്പിനെ വഹിക്കുന്നത്, അല്ലാതെ കൊമ്പ് വേരിനെയല്ല വഹിക്കുന്നത്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവ് ബോധ്യമുണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ ജീവിത വിജയം ഉണ്ടാകത്തു. അത് കുടുംബജീവിതത്തിലാണേലും ഒരു അപ്പനാണെന്നുള്ള ബോധ്യം, അമ്മയാണെന്നുള്ള ബോധ്യം, മക്കളാണെന്നുള്ള ബോധ്യം, അല്ലെങ്കിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഞാൻ ഒരു വിദ്യാർത്ഥിയാണെന്നുള്ള ബോധ്യം, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഞാൻ ഒരു മേലുദ്യോഗസ്ഥന് കീഴ്പ്പെട്ട് അവിടെ അവർ പറയുന്നത് അനുസരിക്കാൻ ബാധ്യസ്ഥനാണെന്നുള്ള ആ ഒരു തീരുമാനം. അപ്പോൾ നമ്മൾ ആരാണെന്നുള്ള ബോധ്യം. അപ്പൊ പിറുപിറുപ്പില്ല, കമ്പാരിസൺ ഇല്ല, മറ്റുള്ളവർ അത് കൊണ്ടുപോയി ഇത് കൊണ്ടുപോയി, മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നു, ഇതൊന്നും നമുക്ക് വിഷയമല്ല. ഇന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, നമ്മളാണെന്ന്. അതാണ് യേശുക്രിസ്തു തന്റെ ശുശ്രൂഷയിൽ ആദ്യം കേട്ടത്. പിതാവിൽ നിന്ന് കേട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കും. പക്ഷെങ്കിൽ എന്തെല്ലാം വിഷയങ്ങളിൽ കൂടിയാണ് കടന്നുപോയത്. പക്ഷെങ്കിൽ ദൈവത്തിന് ദൈവപുത്രനായ യേശുക്രിസ്തുവിന് വല്ല ഭാവവ്യത്യാസം ഉണ്ടായിരുന്നു. ദൈവത്തിന് ഭാവവ്യത്യാസം ഇല്ലെങ്കിൽ ദൈവപുത്രന് ഭാവവ്യത്യാസമില്ല.
ഇന്ന് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. നിങ്ങൾ നിങ്ങളെ അറിയുന്നതാണ് ഏറ്റവും വലിയ ജീവിത വിജയം. നിങ്ങൾ നിങ്ങളെ അറിയുന്നതാണ്, അല്ലെങ്കിൽ എന്തോ നേടിയെടുക്കുന്നതല്ല. നിങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലിയ വിജയം. അതിലെ ആരംഭം മുഴുവനും അതൊന്ന് അറിഞ്ഞേ, നമ്മൾ ആരാണെന്നൊന്ന് അറിഞ്ഞേ. ഇവിടെ ഞാൻ ഇപ്പം ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ പ്രകൃതിയിൽ ഒത്തിരി കാര്യങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. നമ്മൾ അതേ നോക്കുമ്പോൾ നമുക്ക് ബുദ്ധി പഠിക്കാൻ പറ്റും. ഇന്ന് മാരാവണ്ണുകാർ ബുദ്ധി പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യം നോക്കി, പുലി ഇറങ്ങി 3 ദിവസം മുമ്പേ മാരാവണ്ണ് പുലി ഇറങ്ങി. അത് ഫേസ്ബുക്കിലും അല്ലെങ്കിൽ വാട്സാപ്പിലും ഒക്കെ പലരും കണ്ടു കാണും. മാരാവണ്ണിൽ പുലി. പണ്ട് കാലത്ത് കൊച്ചിലെയൊക്കെ നമ്മൾ സൂവിൽ പോയാലേ ഒരു പുലിയെ കാണാൻ പറ്റത്തുള്ളായിരുന്നു. ഇന്ന് സമീപദേശങ്ങളിലും പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ മാരാമണ്ണിലും എത്തി. മാരാമണ്ണിൽ എത്താനുള്ള കാര്യം എന്താ? പലരും പല തിയറികളും പറഞ്ഞുകൊണ്ട് എനിക്ക് തിയറി അറിയത്തില്ല. പക്ഷെ പുലി എത്തി എന്നുള്ളതാണ് തിയറിയുടെ ഏറ്റവും പ്രധാനമായി. പുലി എത്തി, സത്യം അതാണ്. അതുപോലെ ഒരു സത്യമുണ്ട്, നമ്മൾ ജയിക്കാൻ വിധിക്കപ്പെട്ടവരാണ്, ജയാളികളാണ്. അതുകൊണ്ട് അതിന്റെ അർത്ഥം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടെന്നേ, അതിനെ തരണം ചെയ്യണം. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ഒന്ന് കുനിഞ്ഞിട്ടേ നമുക്ക് ചാടാൻ പറ്റത്തുള്ളൂ, ഒന്ന് അമർന്നിട്ടേ ചാടാൻ പറ്റത്തുള്ളൂ. ഇന്ന് നിങ്ങൾ എന്നെ കേൾക്കുന്നവർ ബിസിനസ് പരാജയമായിരിക്കും, പഠിത്തത്തിൽ പരാജയമായിട്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ പരാജയമായിട്ടിരിക്കുകയാണ്. പേടിക്കേണ്ട, അത് അമർന്ന് നിൽക്കുക അടുത്ത കുതിച്ചുകയറ്റത്തിന് വേണ്ടി. അത് നിങ്ങൾ ആരും ആയിക്കോട്ടെ, വീട്ടമ്മയാകാം, വിദ്യാർത്ഥിയാകാം, ശുശ്രൂഷകരാകാം, അല്ലെങ്കിൽ ജോലിക്കാരാകാം, ബിസിനസ്സുകാരാകാം, ആരുമായിക്കോട്ടെ. നിങ്ങൾ ഇപ്പൊ കടന്നു പോകുന്ന സാഹചര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കുക. നിങ്ങൾ ആരാ? ആ തിരമാല ഉയർന്നാലും താഴ്ന്നാലും അത് കടലിന്റെ ഭാഗമാണ്. അതുപോലെ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഏതൊരു ക്രിസ്ത്യൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ക്രിസ്ത്യൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ക്രൈസ്റ്റ് ഇൻ. എന്താണ് ക്രൈസ്റ്റ് ഇൻ? കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ രണ്ട് ഉൽക്കം കെട്ടി ഞാൻ പെട്ടെന്ന് പേടിപ്പോയി. കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോ അനേകർ ചോദിച്ചു, നീ ആരാണെന്ന് ചോദിച്ചു. അപ്പം ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞതാ പലർക്കും വിഷയമായി പോയത്. എന്നാൽ പഴയ നിയമത്തിൽ മെസ്സിഹ എന്ന പേര് പറയുന്നുണ്ട്. അത് തന്നെയാണ് പുതിയ നിയമത്തിൽ ക്രൈസ്റ്റ് എന്നുള്ള പേരിൽ വന്നേക്കുന്നത്. പഴയ നിയമത്തിൽ മിശിഹ, അതിനെപ്പറ്റി ആർക്കും ഒരു തർക്കവും ഇല്ല. മിശിഹ എന്ന് വരുമെന്ന് പറയുന്നതിൽ യഹൂദന്മാർക്ക് ഒരു തർക്കവും. പക്ഷെ ആ യഹൂദന്മാരുടെ ഇടയിൽ വന്ന് ആ ദൈവപുത്രൻ ഞാനാണെന്ന് പറഞ്ഞതാ വിഷയമായി. അവര് എറിയാൻ കല്ലൊക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ വെളിപ്പെടുത്തുമ്പോൾ മറ്റു അനേകർ അംഗീകരിച്ചെന്ന് വരുത്തി ചിലപ്പോൾ കല്ലെടുത്തെന്നിരിക്കും. നമ്മൾ ചില വെളിപ്പാടുകൾ എന്ന് പറയുമ്പോൾ, വചനത്തിൽ ചില വെളിപ്പാടുകൾ പറയുമ്പോൾ മറ്റുള്ളവരുടെ ഇത് ദുരുപദേശമാണെന്ന് പറയും, അല്ലെങ്കിൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഒന്ന് നോക്കിയേ, ദൈവപുത്രൻ വെളിപ്പെട്ടത് എന്തിനാ? ദൈവ മക്കളെ സൃഷ്ടിക്കാനല്ലേ, മക്കളെ ദാസന്മാരെ സൃഷ്ടിക്കാനല്ലല്ലോ. അപ്പോൾ ദൈവ മക്കൾക്ക് ദൈവത്തിന്റെ ഭാവമല്ലേ, ദൈവത്തിൽ നിന്നുമല്ലേ ഒറിജിൻ, തുടക്കം. ഇപ്പൊ ഒരു പറവയ്ക്ക് അതിന്റെ ചിറകുകളിൽ വിശ്വാസം ഇല്ലെങ്കിൽ ഒരിക്കലും പറക്കാൻ പറ്റത്തില്ല. അതുപോലെ ഏതൊരു വ്യക്തിക്കും താൻ ആരാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിലേ പറക്കാൻ പറ്റത്തുള്ളൂ. ജീവിത വിജയം. ഇപ്പൊ നിങ്ങൾ പരാജയത്തിലായിരിക്കും, ഇപ്പോൾ ചോദ്യചിഹ്നത്തിലായിരിക്കും, ഇപ്പോൾ സംശയത്തിൽ. പേടിക്കേണ്ടെന്നേ. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ഇതേ ചോദ്യചിഹ്നത്തിൽ നിന്നു എറിയാൻ കല്ല് വരെ എടുത്തു. പക്ഷെങ്കിൽ കർത്താവ് വിട്ടുകളഞ്ഞു. താൻ ആരാണെന്ന് ബോധ്യമുള്ളതുകൊണ്ട് കർത്താവ് തന്റെ ജീവിത ഉദ്ദേശം നിവർത്തിച്ചു. അതുകൊണ്ടാണ് 2000 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ദൈവമക്കൾ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഇന്നലെ ഞാൻ കേട്ടു, ഇത്രയും വലിയ പ്രതികൂലവും പ്രതിസന്ധിയുടെ ഇടയ്ക്ക് ഡൽഹിയിൽ 50,000 പേര് കൂടുന്ന സഭകൾ, അല്ലെങ്കിൽ ഹരിയാനയിൽ, ബീഹാറിൽ, തെലങ്കാനയിൽ ഏറ്റവും അധികം ഈ വിശ്വാസത്തിനെതിരെ പീഡിപ്പിക്കപ്പെട്ട ജനമാണ്. പക്ഷെ ഇന്ന് 30,000 50,000 പേരാ ഓരോ സഭയിലും ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ തിരിച്ചറിഞ്ഞു ക്രിസ്തുവിൽ, അല്ലെ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്നുള്ള തിരിച്ചറിവില്ല. ഇപ്പൊ അവർക്ക് വിഷയമില്ല, അടിയും പിടിയും ഒന്നും അവരെ തളർത്താൻ പറ്റുന്നില്ല. കാര്യം എന്നാ? അവർക്ക് പിടികിട്ടി തങ്ങളുടെ ജീവിത ഉദ്ദേശവും എന്താണെന്നും തങ്ങൾ ആരാണെന്നുള്ള ബോധ്യം. നിന്നെ കേൾക്കുന്നവർ നിരാശ വരുന്നെങ്കിൽ, ഭയം വരുന്നെങ്കിൽ, അയ്യോ നാളെ എന്തായി തീരുമെന്ന് അമിതമായ ഒരു ആശങ്ക വരുന്നെങ്കിൽ അർത്ഥം നമ്മൾ ആരാണ് നമുക്ക് ബോധ്യമായിട്ടില്ലെന്നുള്ളൂ. ഇന്ന് വീണ്ടും പറയാണ്, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് ക്രൈസ്റ്റ് ഇൻ ആണ് ക്രിസ്ത്യൻ. ക്രൈസ്റ്റ് ഇൻ, അതാണ് ആദ്യമേ പറഞ്ഞത്. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ അതാ പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിലുണ്ട്.
യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയെ നീ ലജ്ജിച്ചു പോകത്തില്ല. ഇപ്പൊ ചിലപ്പോൾ ലജ്ജിക്കപ്പെടുന്ന കാര്യം തകരത്തില്ലെന്നേ, നീ ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് എഴുതിയേക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, മറ്റാരുമായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ കഴുകൻ ഇവിടെ കഴുകാനില്ല, പരുന്തിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു പരുന്തും താഴെയുള്ള അരയന്നങ്ങളോട് മത്സരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഒരു പരുന്തും അരയന്നങ്ങളോട്, അല്ലെങ്കിൽ എന്താ പറയുക, അരയന്നങ്ങളോ അല്ലെങ്കിൽ താറാവിനോട് മത്സരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അത് അതിന്റെ തലങ്ങളിൽ ഉയർന്ന് പറക്കുക. അത് താഴെ താറാവ് ക്വാക്ക് ക്വാക്ക് എന്ന് പറഞ്ഞ താറാവിനോട് മത്സരിക്കാൻ അവന് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാമെന്നൊന്നും പറഞ്ഞു ഇതുവരെ ഒരു പരുന്ത് അവന് വന്ന താറാവിനോട് പറയുന്നത് കേട്ടില്ല. നമുക്ക് തമ്മിലൊരു ഓട്ടപ്പന്തയം നടത്താം, അല്ലെങ്കിൽ നമുക്ക് തമ്മിലൊരു പറക്കാം. ഡു നോട്ട് കമ്പയർ വിത്ത് എനിവൺ എൽസ്. ആരുമായിട്ടും കമ്പയർ ചെയ്യില്ല. മറ്റൊരാളുടെ ജീവിത വിജയം കണ്ടിട്ടൊന്നും ഭാരപ്പെടുകയൊന്നും ചെയ്യേണ്ട. നമുക്കുള്ളത് ഇങ്ങ് വരും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉയർത്ത, തലമുറകളുടെ ഉയർത്ത, വീടിന്റെ ഉയർച്ചയൊക്കെ ഇങ്ങ് വരുമെന്നേ. ഒന്ന് സംശയിക്കാതിരിക്കുക. ഒന്ന് അമർന്നിരിക്കുന്നത് ചാടാൻ വേണ്ടി ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവൻ കഴുകനെ പോലെ പുതിയ ശക്തി പ്രാപിക്കുമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എഴുതിക്ക്. ഒന്ന് പറഞ്ഞേ, ഈ വചനത്തിൽ എഴുതിയത് അതാ ഞാൻ, ഇവൻ ദൈവപുത്രൻ എന്ന് കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാക്ക് കർത്താവിന്റെ യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് കേട്ട ആ വാക്ക്. അതുപോലെ ഇന്ന് കേൾക്കുന്ന വചനം ആരുടെയൊക്കെ ജീവിതത്തിന്റെ അടുത്ത ഒരു പുതിയ തുടക്കങ്ങളുടെ ആരംഭമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. നിരാശപ്പെടാതെ, തല കുനിക്കാതെ, ഭാരപ്പെടാതെ, കുഞ്ഞുങ്ങളെപ്പറ്റി അമിതമായി ഭാരപ്പെടാതെ, നമ്മൾ ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ വിജയം തന്നെ വരും. ഒന്നുകൂടെ വിളിച്ചു പറ, ദൈവത്തിന്റെ അംശമാണ് എൻ്റെ ഉള്ളിലുള്ളത്. അവിടെ അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. ഇതിന്റെ അർത്ഥം നമ്മൾ പരാജയപ്പെടാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല, ജയാളികളാണ്. മാത്രമല്ല, ഈ ലോകം മരണമെന്ന് പറയുന്നൊരു പ്രതിഭാസം കഴിയുമ്പോൾ ആ നിത്യജീവിതം നമ്മൾ അവകാശികളാക്കി തീർക്കും. എവിടെ? യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ. അങ്ങനെയാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, എനിക്ക് അത് കിട്ടണം, ഇത് കിട്ടണം. നല്ലതാ, ആവശ്യങ്ങൾ ദൈവസന്നിധി വെക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെങ്കിൽ കർത്താവെ, ഞാൻ ആരാണെന്നുള്ള ബോധ്യം എനിക്ക് തരണേ. ഞാൻ ആരാണ്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് ഞാൻ ആരാണെന്നുള്ള ബോധ്യം എനിക്ക് തരണേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നുകൂടെ പറഞ്ഞ്, ആരുമായിട്ട് കമ്പയർ ചെയ്യില്ല, ആരെയുമായിട്ട് മത്സരിക്കേണ്ട. നമ്മൾ ആരാണ് നമുക്ക് വെളിപ്പെടുമ്പോൾ ജീവിത വിജയം തന്നെ വരും. പ്രാർത്ഥിക്കാം. പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് ഞങ്ങളെ നിർത്തിയിരിക്കുന്നത് ഞങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവിൽ നടക്കുവാൻ, ആ പൂർണ്ണ ഉത്തമ ബോധ്യത്തിൽ നടന്ന് ജയങ്ങളെ കൊയ്തെടുക്കാൻ തക്കവണ്ണം ഉള്ളിലുള്ള ശക്തിയാൽ കർത്താവ് നിറയ്ക്കണം. അനുഗ്രഹിക്കുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും യേശുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, അനുഗ്രഹങ്ങൾ വെളിപ്പെടട്ടെ, എല്ലാ നന്മകളാലും അനുഗ്രഹത്താലും നിറയ്ക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഞാൻ മുമ്പേ കാണിച്ചാൽ ഒരു ചെടി ഞാൻ ഈസി ആയിട്ട് പറിച്ചെടുത്ത്. കാര്യം എൻ്റെ വേരിന് ആഴമില്ല, വേരിന് ആഴങ്ങളിലേക്ക് പോയിട്ടില്ല, അതുകൊണ്ടാണ് പറിച്ചെടുത്തത്. പക്ഷേ ഈ തേക്ക് പിന്നെ 10-25 വർഷം മുമ്പേ ഞാൻ വെട്ടിക്കളയാൻ പലതവണ വെട്ടിയതാണ്. പിന്നെ അത് കിളിച്ചു വന്നു. കാര്യം എന്നാ, വേരിന് ശക്തി ഉണ്ടായിരുന്നു. അപ്പൊ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മറന്നുപോകല്. ദൈവം സൃഷ്ടിക്കപ്പെട്ടവരാണോ, ദൈവവചനത്തിൽ നിൽക്കുന്നവരാണോ, ഒന്നും പേടിക്കേണ്ട. ഒരു കാറ്റിനും ഒരു തിരുമാലയ്ക്കും നമ്മളെ തീർക്കാനോ തകർക്കാനോ പറ്റത്തില്ല. കാരണം ജീവിത ഉദ്ദേശം എനിക്കറിയാം, ഞാൻ ആരാണെന്നുള്ള ബോധ്യവും എനിക്കുണ്ട്. അപ്പൊ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെയും കർത്താവ് അനുവദിച്ചാൽ വീണ്ടും തമ്മിൽ കണ്ടുമുട്ടാം. ടിൽ ദെൻ, കർത്താവിന്റെ തങ്കച്ചിറകിൽ കർത്താവ് സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഗോഡ് ബ്ലസ് യു ഓൾ. ഗോഡ് ബ്ലസ് യു.